ഭരണ നേട്ടം പറയുമ്പോൾ വിലക്കയറ്റം എങ്ങനെയാണ്? വിലക്കയറ്റം കൂടുതലാണ് തീർച്ചയായിട്ടും. വിലക്കയറ്റം കൂടുതലാണ്. ഗ്യാസിൻ്റെ വിലയ്ക്ക് എങ്ങനെയാണ്? ഗ്യാസിൻ്റെ വില കൂടുതൽ തന്നെയാണ്. പെട്രോളിൻ്റെ വില എങ്ങനെയാണ്? പെട്രോൾ കൂടുതലാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയാണോ വില? എന്താ കാരണം? ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. കേരളത്തിലും മറ്റ് എല്ലാ സ്റ്റേറ്റിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. ഓസിക്കല്ല കേട്ടോ, ഇവിടുന്ന് അടയ്ക്കുന്ന പൈസ അല്ല, ഇതിന് ഫണ്ട് വേണം. ഇവിടുന്ന് അടയ്ക്കുന്ന പൈസ അതെ, ഇതിന് ഫണ്ട് വേണം. അത് ജനങ്ങളെ തന്നെ. എന്തിന്? അതിന് ജനങ്ങളെ തന്നെ. ജനങ്ങളെ കൊള്ളടിക്കണം. ആരെ? ജനങ്ങളെങ്ങനെ? ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തതാണ്. പിന്നെ എന്തിനാ സർക്കാർ ഇവിടെ പാലക്കാടാണ് നിൽക്കുന്നത്? ഫിറോസ് കുന്നുപറമ്പിൽ ഏൽപ്പിച്ചാൽ പോരെ? കാരണം ഞാൻ പറയാം, നിങ്ങൾ പറയാൻ നിൽക്കുന്ന ബായിക്ക് കയറി പറയുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾ മുണ്ടില്ല. പിന്നെ പറയാൻ മനസ്സിലായോ? ഇത് ചാനലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അതുകൊണ്ട് ഞാനിതാ ഇവിടെ വെച്ച് പറയുന്നു, ഇനി വീണ്ടും 25 വർഷം മോദി സർക്കാർ അധികാരത്തിൽ ഇന്ത്യ ഭരിക്കും. ഓക്കെ, 25 വർഷം ഇനി മോദി ഭരിച്ച എന്താവും അവസ്ഥ? അതായത് ഇവിടെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് ബഷീറാണ്, മനസ്സിലായോ? ഇനി ചിലപ്പോൾ ഞാൻ ചന്ദ്രൻ്റെ ആദ്യത്തെ മാറേണ്ടി വരും. ഈ 10 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഭരിച്ചിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വല്ല ചലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ? ചലനം സംഭവിക്കുന്നതിൻ്റെ അപ്പുറം അതെന്താ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ ചലനം? അതായത് ഈ ചലനം സംഭവിച്ചോ എന്നുള്ള വിവരം കെട്ട വർത്തമാനത്തിന് മറുപടി പറയാൻ എന്നെ കൊണ്ടാകില്ല. ഞാൻ പറഞ്ഞത് സബ്സിഡി കൊടുത്തിട്ടില്ല. എത്ര തവണ ഞങ്ങൾ സബ്സിഡി? ഇപ്പം ഇല്ലല്ലോ. ഇപ്പം ഇല്ല. അപ്പോൾ കൊള്ളടിക്കും. ഇനി ഞങ്ങൾ അടുത്ത ഭരണത്തിൽ സബ്സിഡി വരും. അപ്പോൾ അടുത്ത ഭരണത്തിൽ വരുമ്പോൾ സബ്സിഡി വരും. 25 വർഷം വീണ്ടും പോയിരിക്കും. അന്ന് ചിലപ്പം മിക്കവാറും ഗ്യാസിനൊരു 3000-4000 ഒക്കെ ആയിരിക്കും. കേരളം, ഞാൻ പറയുന്നത് കേരളം സ്വർഗ്ഗമാണ്. നിങ്ങൾ പറയുന്നത് ഉത്തർപ്രദേശ് ആക്കണം. കേരള സ്വർഗ്ഗം ആരാ പറഞ്ഞു? ഞാൻ പറയും കാരണം സ്വർഗം തന്നെയാണ് ഇവിടെ. കാരണം കേരളം സ്വർഗം തന്നെയാണ്. എന്താ കാരണം? എല്ലാത്തിനും സ്വർഗം തന്നെ. ഇപ്പം നമ്മൾ 3 പേര് ഇവിടെ നിന്ന് സുഖമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കേരളം സ്വർഗം. മണിപ്പൂർ ഏരിയ, അതുപോലെ തന്നെ എന്താണ് പറയുക, നാഗാലാൻഡ് ഏരിയ. ഈ നാഗാലാൻഡ് ഏരിയയിലൊക്കെ റോഡേ ഇല്ല സാർ. ഇല്ല. മോദി ഭരിക്കുന്ന സ്ഥലമാണ്. അതെ, റോഡേ ഇല്ല അവിടെ. അത് കാരണം എന്താണെന്ന് നിങ്ങൾ പറയും. BJP ഇപ്രാവശ്യം കേരളത്തിൽ 3-4 സീറ്റ് കൺഫേം ആയിട്ട് പിടിക്കും. അത് ഏതൊക്കെ സീറ്റാണ് പിടിക്കുക? അത് കറക്റ്റായിട്ട് ഞങ്ങൾ പറയാൻ പറ്റില്ല. അത് പുറത്ത് പറയില്ല. 1-2 പറയും. ഞങ്ങൾ പാലക്കാട് പിടിക്കും. ഇവിടെ ശരിക്കും ജീവിച്ച ആളുകളോട് പുറത്തു പോകണം, അല്ലെങ്കിൽ നിങ്ങൾ പൗരത്വം കാണിക്കണം എന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ശരിക്കും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക്, അല്ലെങ്കിൽ ഏത് പാർട്ടിക്കുള്ളൂ? അവർക്ക് ഇന്ത്യയിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. അല്ല, ഈ സൗകര്യം ചെയ്തു കൊടുക്കാൻ ആരുടെ വകയാണ് ഇന്ത്യ? ഇന്ത്യ ആരെയും വകയല്ല. എന്തിനാ സൗകര്യം നിങ്ങൾ പിന്നെ ഭരിക്കുന്നവർ സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? ആര് ഭരിക്കുന്നത്? BJP പോലുള്ളതല്ല. BJP ഇന്നേ വരെയും കുറച്ചുകൊണ്ട് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ കൂടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ പാവങ്ങളെ പറ്റിക്കുന്ന ഒരു സമ്പ്രദായം അത് പോയി. നമസ്കാരം. തെരഞ്ഞെടുപ്പ് വലിയ രീതിയിലേക്കാണ് ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയത്തെക്കുറിച്ച് ആണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാം. BJPയുടെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്, ഗുരു അല്ലേ? ഗുരു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വ്യക്തിയുടെ നമ്മുടെ കൂടെയുണ്ട്. 2 പേർക്ക് നമസ്കാരം. എന്താണ് പേര്? ഗുരു. സാറിൻ്റെ പേരെന്താ? VH ബഷീർ. കോൺഗ്രസിൻ്റെ ആളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമുണ്ട് കേരളത്തിൽ. ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് BJP കേരളത്തിൽ ജയിക്കില്ല, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടില്ല എന്നുള്ള എല്ലാ സർവേയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ BJP നേടുമെന്ന് എൻ്റെ ചോദ്യം. സർ, പല സർവേയും പലതും നടത്തിയിട്ടുണ്ട്. ആ സർവേ ഒന്നും ഫലം ഇതുവരെ കണ്ടിട്ടില്ല. BJP സർവേ നടത്തി ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിടുകയാണ് എല്ലാ ചാനലുകാരും. ഈ പറഞ്ഞ പീപ്പിൾ അടക്കം ഒരു സർവേ നടത്തി. അതിൽ കോൺഗ്രസ്സിന് ലീഡ് കോൺഗ്രസ്സിന്, സെക്കൻഡ് CPM-ന്, തേർഡ് BJPക്ക്. അതും 13%, 14% അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഇപ്രാവശ്യം കേരളത്തിൽ 3-4 സീറ്റ് കൺഫേം ആയിട്ട് പിടിക്കും. ഏതൊക്കെ സീറ്റാണ്? അത് കറക്റ്റായിട്ട് ഞങ്ങൾ പറയാൻ പറ്റില്ല. അത് പുറത്ത് പറയില്ല. 1-2 പറയും. ഞങ്ങൾ പാലക്കാട് പിടിക്കും, തൃശ്ശൂർ പിടിക്കും. പാലക്കാട്, തൃശ്ശൂർ. പിന്നെ അപ്പോൾ 4 സീറ്റ് ഏതൊക്കെയാണ്? അത് പറയാൻ പറ്റില്ല. ബാക്കി 2 കൂടി ഉണ്ട്. അത് ഞങ്ങൾ വ്യക്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതായത് BJP എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. 2 പേരുണ്ട് ഇവിടെ സംസാരിക്കുന്നത്. BJP എന്തുകൊണ്ടാണ് അവിടെ മാറ്റി നിർത്താൻ? BJP എന്ന പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് 10 കൊല്ലം നാട് ഭരിച്ചിട്ട് ജനമാകെ അതിന് വിലയിരുത്തി കഴിഞ്ഞു. ഇനി BJP ഇന്ത്യ ഭരിച്ചാൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുക എന്നുള്ള കാര്യം തന്നെ തർക്കപ്രശ്നമായി നിൽക്കുകയാണ്. വേദനയോടെയും ഭയത്തോടെയാണ് ജീവിക്കുന്നത്. മനസ്സിലായി? എന്തുകൊണ്ടാണ് വേദനയോടും ഭയത്തോടും എന്ന് പറയുമ്പോൾ ഈ പെറ്റുവിളന്ന രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കെട്ടുകെട്ടണം എന്ന് BJP പറയുമ്പോൾ ആ BJPയുടെ പ്രസ്താവന ഈ രാജ്യത്തെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളർന്ന രാജ്യം, പ്രസവിച്ച രാജ്യം, ഈ രാജ്യത്ത് വളർന്ന രാജ്യത്തിന് ഞങ്ങളെയൊക്കെ കെട്ടുകെട്ടിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ
വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം ഭൂരിപക്ഷം പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഇഞ്ചി കിട്ടിക്കഴിഞ്ഞാൽ ഇനി അവർ ഭരിക്കാനൊന്നും താല്പര്യമുണ്ടായി തീർച്ചയായിട്ടും പറയുന്നു അത് സംഭവിക്കും ഇവിടെ എന്നുള്ള കാര്യം യാതൊരു തർക്കമില്ല. ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടോ ശരിക്കും BJP? സാർ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഇന്ത്യയിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ കെട്ടുകെട്ടിക്കുക, ചില വ്യക്തിപരമായ മതത്തെ കെട്ടുകെട്ടിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടി ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞായിട്ട് താങ്കൾക്ക് അറിവുണ്ടോ? നേതാവ് പറയേണ്ട സംഭവ വികാസങ്ങളാണ് ചിലപ്പം ഒരു വികാസങ്ങൾ പലതും നടക്കും. BJPയുടെ വായിൽ നിന്ന് അങ്ങനത്തെ ഒരു വാക്ക് വന്നിട്ടില്ല. അവരങ്ങനെ സമ്മതിക്കില്ല, ചെയ്യൂല. BJPയുടെ വായിൽ നിന്ന് വരുന്ന സംഭവമല്ല ഞാൻ പറയുന്നത്. അതായത് BJPയിൽ നിന്ന് ഒരു സംഭവം പറഞ്ഞു എന്നുള്ള ഒരു ആഹ്വാനം എന്നുള്ള സാധനമൊന്നും ഇല്ല. ശരിക്കും അമിത്ഷാ മുൻപ് പ്രസംഗിച്ചിട്ടുണ്ട് ശരിക്കും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇവിടെ നിന്ന് കെട്ടിക്കെട്ടിക്കും എന്നുള്ള വീഡിയോ വരെ താങ്കൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് അതൊന്നുമല്ല. അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എപ്പോഴും ഭരണം ശരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിലയിരുത്തുന്നത് ശരിക്കും ആളുകൾ പൊതുവെയുള്ള കാഴ്ചപ്പാടാണ്. കേരളത്തിൽ നടന്നു എന്നുള്ളതല്ല. പല സ്ഥലങ്ങളിലും ബീഫിൻ്റെ പേരിലും മറ്റുള്ള സംഭവമൊക്കെ തല്ലിക്കൊലകളും മറ്റിപ്പോൾ മണിപ്പൂർ പ്രശ്നം നിങ്ങൾ എങ്ങനെ വളച്ചൊടിച്ചാലും അത് ഒരു വേദന തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത്തരം രീതിയിലേക്കുള്ള സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളം ശരിക്കും മാറ്റി. എല്ലാ ഇലക്ഷൻ സമയത്ത് ഈ ഒരു പ്രശ്നം എടുത്തിരുന്ന ഒരു പതിവാണ് ബീഫിൻ്റെ പ്രശ്നം. ഈ മോദി സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്തു? ഈ മുസ്ലിങ്ങളെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണമെന്ന് ഏതെങ്കിലും നമ്മുടെ വ്യക്തിപരമായി മോദി സർക്കാരിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേണ്ട. അത്തരം നിയമങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ മുസ്ലിം സമുദായത്തെ കെട്ടുകെട്ടിക്കണം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക്, അതായത് മുസ്ലിം ഇപ്പോൾ ഏക സിവിൽ കോഡ് അല്ലെങ്കിൽ പൗരത്വത്തിലൊക്കെ ശരിക്കും മുസ്ലിം സമുദായത്തിന് മാത്രമാണ് ശരിക്കും പൗരത്വം എന്താണെന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു മതത്തിന് എന്തിനാണ് ചൂസ് ചെയ്യുന്നത്? അങ്ങനെ ചൂസ് ചെയ്യും. പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്നുണ്ട്, അതിൽ മുസ്ലിം സമുദായം ദോഷം ചെയ്യുന്നു. മുസ്ലിം സമുദായത്തിനോടാണ് ശരിക്കും എന്താണ് അവർക്ക് എന്ത് ദോഷം ചെയ്യുന്നു? ദോഷമല്ലേ ചെയ്യുന്നു? എന്താ ചെയ്യുന്നു? 1967 ശേഷമാണ് ശരിക്കും ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതായത് ജനന മരണ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പുള്ള എല്ലാവരും എന്ത് ചെയ്യും പൗരത്വം തെളിയിക്കാൻ? അതിനു മുമ്പുള്ള ആൾക്കാരെ കെട്ടുകെട്ടിക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവർക്ക് ഇന്ത്യയിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. അല്ല, ഈ സൗകര്യം ചെയ്തു കൊടുക്കാൻ ആരുടെ വകയാണ് ഇന്ത്യ? ഇന്ത്യ ആരെയും വകയല്ല. എന്തിനാ സൗകര്യം നിങ്ങൾ പിന്നെ ഭരിക്കുന്നവർ സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? ആര് ഭരിക്കുന്നത്? ഇവിടെ ശരിക്കും ജനിച്ചു വളർന്ന ആളുകളുണ്ട്. ഇവിടെ ശരിക്കും ജീവിച്ച ആളുകളോട് പുറത്തു പോകണം അല്ലെങ്കിൽ നിങ്ങൾ പൗരത്വം കാണിക്കണം എന്ന് പറയാനുള്ള എന്ത് യോഗ്യതയാണ് ശരിക്കും ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഏത് പാർട്ടിക്കുള്ളത്? സാർ ആരെ പറഞ്ഞത്? ഒന്ന് തെളിയിക്കോ? പറഞ്ഞോ ശരിക്കും BJP? അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇവരുള്ളപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ചാനലിൽ അദ്ദേഹം എന്താ ആരും പറഞ്ഞു എന്നുള്ളത് BJP തന്നെ പറഞ്ഞത്, വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനല്ലേ വർഗീയത? ഈ രാജ്യത്ത് വർഗീയത കുത്തിപ്പൊക്കി ഇത്തരം പ്രശ്നങ്ങൾ അമിംഷ തൊട്ട് അതുപോലെ BJPയുടെ പല നേതാക്കന്മാരും പരസ്യമായിട്ട് പത്രമാധ്യമങ്ങളിലും TV ചാനലുകളിലും കൂടി അവരുടെ മോദി പറഞ്ഞോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. മോദിയുടെ പിന്നിൽ നിൽക്കുന്ന ഭരണാധികാരികളായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറയുമ്പോൾ മോദി അതിനെന്ത് ശരിയല്ല എന്ന് ഇന്നേവരെയും പറഞ്ഞിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണ് ശരിയല്ല എന്ന് പറയാം? സാർ, ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞു, അതും തെളിയിക്കാൻ പറയൂ. ഒരു മിനിറ്റ്. അതായത് ഇപ്പോൾ ഈ ചാനലിലൂടെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഇന്ത്യ രാജ്യത്തിൽ അമിത് ഷാ എന്താ പറഞ്ഞേ? അയാൾ പറഞ്ഞത് ശരിയല്ല എന്നാ നിങ്ങൾ പറ, അയാൾ മുഖത്ത് നോക്കി പറ. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഭരണം നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും മുസ്ലിം സമുദായത്തെയും മറ്റുള്ള ന്യൂനപക്ഷങ്ങളെ കെട്ടുകെട്ടിക്കുന്നു പറയുന്നത് ആ വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് വേണേൽ ചേർച്ച ചെയ്യാം. അതെപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞിട്ടുണ്ട് താങ്കൾ. ഞാൻ കണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കണം. ഞാൻ പറയുന്നത് ഈ 2014 ഒഴിച്ച് ഈ 2024 വരെ എന്തുകൊണ്ടാണ് മതം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പുകൾ പോകുന്നത്? മതം ചർച്ച ചെയ്യാൻ ഞങ്ങൾ മതത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല സാറേ. ഞങ്ങൾക്ക് എല്ലാ മതം വേണം. ഭാരതീയ ജനതാ പാർട്ടിക്ക് എല്ലാ മതം വേണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അടുത്തുണ്ടായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ മുകളിൽ കയറി കുരിശിൻ്റെ മുകളിൽ കൊടി കെട്ടി ജയ് ശ്രീറാം വിളിച്ച് എന്തുകൊണ്ടാണ് അത്തരം സംഭവങ്ങൾക്ക് ശരിക്കും മറുപടി കൊടുക്കാത്തത്? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്തുകൊണ്ടാണ് ഭരണ നേതാക്കന്മാർ പറയാത്തത്? ഒരു തവണ കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങളെ പിടിച്ച് ഉള്ളിയിടുന്നത് എന്തെങ്കിലും കേട്ടോ നിങ്ങൾ? ഇല്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അതിന് വ്യക്തമായ ഉത്തരം എനിക്ക് തരാൻ കഴിയില്ല. വ്യക്തമായ ഉത്തരം തരാൻ കഴിയില്ല. താങ്കൾ പറയുന്നുണ്ട് ന്യൂനപക്ഷങ്ങളെ മാറ്റി നിർത്തുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇതാണ് ചെറിയ കാര്യം. കുരിശിൻ്റെ മുകളിൽ കൊടി കെട്ടി ജയ് ശ്രീറാം വിളിക്കാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തത്? ആ ലെവലിലേക്ക് എന്തുകൊണ്ടാണ് അത് ചെയ്യരുത് എന്ന് പറയാനുള്ള ധാരണയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, 100% തെറ്റാണ്. എന്തുകൊണ്ടാണ് മോദി തെറ്റാന്ന് പറയാം? മോദി പറയേണ്ട കാര്യം വരുന്നില്ല സാറേ. ഇല്ല, അദ്ദേഹം പറഞ്ഞ പോലെ മോദി അറിയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ പതിവിൽ തന്നെ. ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കണം എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞല്ലോ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ഞാൻ മണിപ്പൂരിൽ ഇത്രയേറെ പ്രശ്നമുണ്ടായി, ഒരുപാട് പള്ളികൾ തകർപ്പെട്ടു. എന്തുകൊണ്ടാണ് ചെയ്യരുത് എന്ന് പറയാത്ത?
ആദ്യം അവിടെ കലാപം ഒതുക്കി തീർത്തില്ലേ മോദി? ഇന്ന് നടന്നുകൊണ്ടിരിക്കും. മണിപ്പൂരിൽ ഇന്ന് നടന്നു. അത് നടക്കും. ഒന്നുവരെയും ഇപ്പോൾ സംഭവങ്ങൾ പലരുടെയും നടക്കും. അങ്ങനെ പൂർണ്ണമായിട്ട് നിർത്താനാവണ്ടേ? എന്തിനിങ്ങനെ ഒരു സർക്കാർ? എങ്ങനെ സാർ? എന്തിനാ അങ്ങനെ ഒരു സർക്കാർ? നിർത്താൻ കഴിയാത്ത സർക്കാർ എന്തിനാ? മണിപ്പൂർ കലാപം സാധാരണഗതിയിൽ രണ്ട് മതക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങളൊക്കെ ശരിക്കും വാദിക്കുന്നത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ഞാനൊരു കാര്യം ചോദിക്കാം നിങ്ങളോട്. ഞാനും നിങ്ങളും തമ്മിൽ തല്ലുപിടി ഉണ്ടായി. അങ്ങോട്ട് തിരിയാം. ഞാനും നിങ്ങളും തമ്മിൽ എന്ത് ചെയ്തു? അടിപിടി ഉണ്ടായി. സ്വാഭാവികമായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കും. പോലീസുകാർ വന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം വാണിംഗ് ചെയ്യരുത് എന്ന് പറയും. രണ്ടാമത് തവണ ഞാൻ ചെയ്ത 2 പേരെയും പിടിച്ച് ഉള്ളിലിടും. ആണോ? അത്രയൊരു സംഭവം എന്തുകൊണ്ടാണ് അവിടെ ചെയ്യാഞ്ഞ്? മൂന്നാമത് സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഏത് മതം? അപ്പം ഞാൻ പറയട്ടെ, 2 മതങ്ങളാണ്, തല്ലുപിടി കൂടട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം നടക്കുമോ? സാറേ, മറ്റ് പാർട്ടിക്കാരും മറ്റ് രണ്ട് മതങ്ങളിങ്ങനെ തമ്മിൽ തല്ലിപ്പിക്കുകയാണ്. അവിടെ പ്രശ്നം കലാപം രൂക്ഷമാകാൻ വേണ്ടി. അവരെ പിടിച്ച് ഉള്ളിലിടാത്ത എന്തുകൊണ്ടാണ്? അവിടെ കലാപം രൂക്ഷമാകാൻ വേണ്ടി മറ്റേ പാർട്ടിക്കാർ അവിടെ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയും പിടിച്ച് ഉള്ളിലിടാത്ത എന്തുകൊണ്ടാണ്? ഇടുന്നുണ്ട്, വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. എങ്ങോട്ട്? എല്ലാവരും കത്തി തീർന്നിട്ടാണോ? അങ്ങ് ഒരിക്കലും ഇല്ല. വരും. എല്ലാവരും ഒരു വരച്ച വരി നിർത്തും. അതാണ് രാജഭരണം. അതാണ് രാജഭരണം. കുറ്റം ചെയ്തവരാലായാലും അദ്ദേഹത്തിന് മോദി സർക്കാർ ഒരു വരച്ച വരി നിർത്തും. ഞാൻ ഒരു കാര്യം ചോട്ടെ, ഇത് ഇത്തരം ഒരു ധാർഷ്ട്യമായ ലെവലിലേക്ക് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? അത് തന്നെയാണ് ഏകാധിപത്യം. അതാണ് ഫാസിസ്റ്റ്. മനസ്സിലായോ? മോദി എന്ന് പറയുന്ന ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കലാപം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒന്നും വേണ്ട, അവിടുത്തെ ആത്മാർത്ഥമായ ജനങ്ങളെ അവിടെയുള്ള പ്രശ്നങ്ങൾ പോയി കാണാൻ ശ്രമിച്ചു. ഇതാ എൻ്റെ ചോദ്യം. എന്തുകൊണ്ടാ ഒരു തവണ കാണാൻ ശ്രമിക്കാൻ? എപ്പോൾ പോകും സാറേ? ഈ മണിപ്പൂർ കലാപവും ഈ നിങ്ങളുടെ ത്രിപുര പ്രശ്നങ്ങളും ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇപ്പം നമുക്ക് ഒരു 6-7 ചാനൽ ചർച്ച വടക്കഞ്ചേരി നടന്നു. കേരളത്തിലെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യാനില്ല. കേരളത്തിൽ എന്താ സാർ പ്രശ്നം ഇല്ലാത്തത്? എന്തെല്ലാം കേസുകളുണ്ട്? വാളയാറുള്ള പെൺകുട്ടികളെ കൊന്നില്ലേ കൂട്ടക്കുതിരി? അതിനെന്തെങ്കിലും തെളിവുണ്ടാക്കിയിട്ട് ഇതുവരെ? അത് കേസുമായി നടന്നു പോകുന്നുണ്ട്. ഇത് നടന്നു പോകുന്നുണ്ട്. ഏത്? മണിപ്പൂരിലെ കലാപം കേസുമായി നടന്നു പോകണ്ടേ? മോദി നേരത്തെ ഇടപെടേണ്ട കാര്യമില്ല. അതിൻ്റെതായിട്ടുള്ള ആൾക്കാരെ നിയമിച്ചിട്ടുണ്ട്, അവർ ചെയ്യും. അവിടെ ആണുങ്ങളുണ്ടെന്നാ സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപി ആണുങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ഈ പറഞ്ഞ കേരളത്തിലെ പ്രശ്നങ്ങൾ രാജ്യത്തെ ഈ മതേതരത്വ ജനാധിപത്യത്തിൻ്റെ വെല്ലുവിളികൾ എന്നുള്ള കാര്യം തർക്കമില്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിവരമുള്ളവരാണ് ഈ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങൾ. അത്തരം ഒരു കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഇവിടെ ഇങ്ങനെ ഒരു മതവിശ്വാസം വിഷവിദ്യ പാകാൻ എളുപ്പത്തിലാകില്ല എന്നുള്ളത് BJP മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് എന്താ? ഇവിടെ നടക്കുന്നത് എങ്ങനെയെങ്കിലും 2-3 ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ BJPൻ്റെ ആൾ 2 സീറ്റ് ഇവിടെ ഞങ്ങൾ പിടിക്കും, 4 സീറ്റ്. ആ സീറ്റ് പിടിക്കുന്നതിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കാം, താങ്കളോട് ഒരു കാര്യം ചെയ്യാം. കേരളം വളരെ മോശമാണ് എന്ന് താങ്കൾ വിചാരിക്കുകയാണ്. ഉത്തർപ്രദേശ് എങ്ങനെയാണ്? ഉത്തർപ്രദേശ് ഞാൻ ഒന്നാമത് പോയിട്ടില്ല. ഉത്തർപ്രദേശ് എങ്ങനെയാണ്? ഉത്തർപ്രദേശ് നല്ലതല്ലേ? നല്ലതാണ്, തീർച്ചയായിട്ടും. എത്രത്തോളം നല്ലതാണ്? മാക്സിമം നല്ലതാണ്. കേരളത്തിലേക്കായി നല്ല ഭരണമുണ്ട് അവിടെ. 100%. റിക്ഷ കണ്ടുണ്ടോ നിങ്ങൾ? റിക്ഷ കണ്ടിട്ടുണ്ട്. വലിക്കുന്ന സൈക്കിൾ റിക്ഷ കണ്ടുണ്ടോ? ഉണ്ട്. ഇവിടെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന അവിടെ ഈ കേരളത്തിൽ എവിടെയെങ്കിലും റിക്ഷ കാണാൻ പറ്റും? ഇല്ല. എന്തുകൊണ്ടാണ്? അത്രയേറെ കേരളം വളർന്നു. ഇവിടുത്തെ റോഡിന്റെ ഗുണം കേരളത്തിലെ റോഡ് വേറെ എവിടെയും റോഡില്ല. റിക്ഷ ഓടേണ്ട റോഡല്ല സാർ ഇത്. സാർ ഉത്തർപ്രദേശ് നല്ല റോഡില്ല. ഒരു മിനിറ്റ് സാർ, ഇത്രയും കൂടുണ്ടല്ലോ. ഈ മണിപ്പൂർ ഏരിയ, അതുപോലെ തന്നെ എന്താണ് പറയുക, നാഗാലാൻഡ് ഏരിയ, ഈ നാഗാലാൻഡ് ഏരിയയിലൊക്കെ റോഡേ ഇല്ല സാർ. ഇല്ല. അത് മോദി ഭരിക്കുന്ന സ്ഥലമാണ്. അതെ, റോഡേ ഇല്ല അവിടെ. എന്ത് കാരണം? കാരണം എന്താണെന്ന് നിങ്ങൾ പറയുന്നത്? കേരളം, ഞാൻ പറയുന്നത് കേരളം സ്വർഗമാണ്. നിങ്ങൾ പറയുന്നത് ഉത്തർപ്രദേശ് ആക്കണം. കേരള സ്വർഗം ആരാ പറഞ്ഞു? ഞാൻ പറയും. കാരണം സ്വർഗം തന്നെയാണ് ഇവിടെ. കാരണം കേരളം സ്വർഗം തന്നെയാണ്. എന്താ കാരണം? എല്ലാത്തിനും സ്വർഗം തന്നെ. ഇപ്പം നമ്മൾ 3 പേര് ഇവിടെ നിന്ന് സുഖമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കേരള സ്വർഗം. അതല്ലേ മതേതരത്വം? അത് മറ്റു മതേതരത്വം. അപ്പോൾ ഈ കേരളം മോശമാണ് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നത്? പറഞ്ഞിട്ടില്ലോ മതേതരത്വം. അദ്ദേഹം മതേതരത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ കേരളത്തിൽ BJP സർക്കാർ എന്തെങ്കിലും കാരണവശാൽ ക്രിസ്ത്യൻസിനോ മുസ്ലിംസിനോടോ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളോ വെറുപ്പോ വിദ്വേഷമോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്തിന് കേരളം സംഭവിക്കുന്നു? മറ്റു സ്ഥലങ്ങളുണ്ടല്ലോ സാർ. കേരളത്തിലെ കാര്യങ്ങൾ എടുക്കും സാർ. അതുകൊണ്ടാണ് BJPയെ ചാനലുകാരെ തൊട്ടേനും പിടിച്ചതൊക്കെ മണിപ്പൂര് പറഞ്ഞിട്ട് സമയം കളയണ്ട. ഞാൻ നിൽക്കുന്നത് കേരളത്തിലാണ്. നല്ലതാണോ? കേരളത്തിൽ ഞങ്ങൾ മതപരമായിട്ട് ഒരു പ്രശ്നത്തിനും BJP ഇല്ല. അത് തകർക്കരുത് എന്ന് വെച്ചിട്ടാണ് BJPയെ മാറ്റി നിർത്തുന്നത്.
എന്ത് കാരണം? എല്ലാ പാർട്ടികളും എല്ലാ ആളുകളും മാറ്റുന്നത് തകർക്കരുത് ചോദിച്ചു. എവിടെ മാറ്റി? എന്താ കാരണം ശരിക്കും? തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. കേരളത്തിൽ മതേതരത്വവും ജനാധിപത്യവും ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് അതൊക്കെ കുറച്ചൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും കാരണം ഞാൻ പറയാം. നിങ്ങൾ പറയാൻ നിൽക്കുന്ന ബായിക്ക് കയറി പറയുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾ മുണ്ടില്ല. പിന്നെ പറയാൻ മനസ്സിലായോ? ഇത് ചാനലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. സരസു ഇവിടെ ജയിക്കുമോ? സരസ് വോട്ട് പിടിക്കും, മാക്സിമം വോട്ട് പിടിക്കും. ജയിക്കുമെന്ന് പറയാതെ? ജയിക്കാനുള്ള ശുഭപ്രതീക്ഷ ഞങ്ങളുടെ ഉണ്ട്, അത് ജനങ്ങളിൽ കിടക്കുന്നു. ആ, ജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. ഉണ്ട്. ആ, സരസു ജയിക്കും. സരസ് ജയിക്കും. സരസു പറയാലോ എൻ്റെ പാർട്ടി ജയിക്കുന്നുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആത്മാർത്ഥമായി. താങ്കൾ പറഞ്ഞ ഒരു സാധനത്തിൽ ഉത്തർപ്രദേശ് നല്ലതാണ് എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ് എന്തുകൊണ്ടാണ് നല്ലതെന്നൊന്ന് പറയോ? ഉത്തർപ്രദേശ് എന്ത് സാർ ഭരണത്തിന് കുറവ്? എന്തിൻ്റെ കുറവ് പറയൂ. അല്ല സാർ ഇപ്പോൾ കേരള സ്വർഗമാണെന്ന് പറഞ്ഞല്ലോ. കേരളം സ്വർഗം തന്നെയാണ്. കേരള സ്വർഗമാണെന്ന് അദ്ദേഹത്തെ കൂടെ ചോദിക്കും. കേരളം സ്വർഗമാണോ? പിന്നല്ല സംശയം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ UP പോലെയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് പിന്നെ കേരളം അത്രയും സ്വർഗമാണ്. അതിൽ തർക്കമൊന്നുമില്ല. തർക്കമില്ല. അത് ഇവിടെ അതിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുള്ള പാർട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. കോൺഗ്രസ് ആയാലും CPM ആയാലും അതിന് അടിസ്ഥാനപരമായിട്ട് വളർന്നു. അത് BJP പോലുള്ളതല്ല. BJP ഇന്നേ വരെയും വെച്ചുകൊണ്ട് വെറുതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിൽ കൂടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ പാവങ്ങളെ പറ്റിക്കുന്ന ഒരു സമ്പ്രദായം അത് പോയി. ഇനി നടക്കില്ല BJPയുടേത്. ഇവിടെ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും പറയുന്നു, ഇന്ത്യ രാജ്യത്ത് ഇനി ഇന്ത്യൻ മുന്നണി തീർച്ചയായിട്ടും ഭരണസാരഥ്യത്തിലെത്തുമെന്നുള്ള കാര്യം ഞാൻ തർക്കവും. ജനങ്ങളെ ശരിക്കും പറ്റിക്കുകയാണെന്ന് പറയണേ. സാർ വിദ്യാൻ പറഞ്ഞല്ലോ കേരളം നല്ലതാണെന്നുള്ളത്. ഈ വാളയാർ ബോർഡർ കഴിഞ്ഞാൽ ഇവർ രണ്ടും ചങ്കും ചങ്കുമാണ്. LDF അല്ല. ആ കാരണം പിന്നെ എന്തുകൊണ്ട് കേരളത്തിന് അദ്ദേഹം കുറ്റം പറയാത്തേ? അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. അത് കേരളം പല സ്റ്റേജിലും മറ്റേ ഈ നയനാരെ കുറ്റം പറയില്ല, പിണറായി വിജയനെ കുറ്റം പറയുന്നുണ്ടല്ലോ. കുറ്റം പറയട്ടെ. അതേപോലെ മോദിയെയും വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും ഞാനിതാ ഇവിടെ വെച്ച് പറയുന്നു, ഇനി വീണ്ടും 25 വർഷം മോദി സർക്കാർ അധികാരത്തിൽ ഇന്ത്യ ഭരിക്കും. ഓക്കെ, 25 വർഷം ഇനി മോദി ഭരിച്ച എന്താവും അവസ്ഥ? അതായത് ഇവിടെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് ബഷീറാണ്, മനസ്സിലായോ? ഇനി ചിലപ്പോൾ ഞാൻ ചന്ദ്രനായി മാറേണ്ടി വരും. 25 കൊല്ലം മോദി ഭരിച്ചാൽ പിന്നെ എൻ്റെ പേര് ഇവിടെ ബഷീർ എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും പേര് പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് പൊയ്ക്കോ പറയും, കെട്ടിക്കും. തീർച്ചയായിട്ടും കെട്ടിക്കും. 25 കൊല്ലം പോയിട്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ മോദി സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കിയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ 25 കൊല്ലം പോയിട്ട് ഈ പറയുന്ന ഈ ജൂൺ മാസം അവസാനം വരുമ്പോൾ ഈ ബാലറ്റ് പേപ്പർ പൊട്ടി എണ്ണുന്ന സമയത്ത് നിങ്ങൾ ഭരണസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകുമെന്നൊരു യാതൊരു തർക്കവും വേണ്ട. ഈ ഭരണ നേട്ടങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് മൈനസുകളും താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഭരണ നേട്ടം പറയുമ്പോൾ വിലക്കയറ്റം എങ്ങനെയാണ്? വിലക്കയറ്റം കൂടുതലാണ്. തീർച്ചയായിട്ടും വിലക്കയറ്റം കൂടുതലാണ്. ഗ്യാസിൻ്റെ വിലയ്ക്ക് എങ്ങനെയാണ്? ഗ്യാസിൻ്റെ വില കൂടുതൽ തന്നെയാണ്. പെട്രോളിൻ്റെ വില എങ്ങനെയാണ്? പെട്രോൾ കൂടുതലാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയാണോ വില കൂടുതൽ? എന്താ കാരണം? ഇവർ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ എത്രയായിരുന്നു? 2014 രൂപ ഒരു ലിറ്റർ ലിറ്റർ പെട്രോളിന് 79 രൂപ. കാലഘട്ടങ്ങളിൽ മാറ്റം വരുമല്ലോ സാർ. ക്രൂഡ് ഓയിലിൻ്റെ വില എത്രയാണ്? അതല്ല ഞാൻ ചോദിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില ഒരു മിനിറ്റ്. ഇപ്പോൾ കേരള സർക്കാർ കടം വാങ്ങുന്ന പോലെ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. കേരളത്തിലും മറ്റ് എല്ലാ സ്റ്റേറ്റിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. ഓസിക്കല്ല കേട്ടോ, ഇവിടുന്ന് അടയ്ക്കുന്ന പൈസ അല്ല. ഇതിന് ഫണ്ട് വേണം. ഇവിടുന്ന് അടയ്ക്കുന്ന പൈസ. അതെ, ഇതിന് ഫണ്ട് വേണം. അത് ജനങ്ങളെ തന്നെ. എന്തിന് ഫണ്ട്? അതിന് ജനങ്ങളെ തന്നെ. ജനങ്ങളെ കൊള്ളടിക്കണം. ആരെ? ജനങ്ങളെങ്ങനെ? ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തതാണ്. പിന്നെ എന്തിനാ സർക്കാരോട്? ഇവിടെ പാലക്കാടാണ് നിൽക്കുന്നത്, ഫിറോസ് കുന്നുപറമ്പിൽ ഏൽപ്പിച്ചാൽ പോരെ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് ആളുകൾ പിരിച്ച് ഭരണം നടത്തുന്നു. അപ്പോൾ കേരളത്തിൽ എങ്ങനെ ചെയ്യുന്നു? എങ്ങനെ കടമായി? നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? പിണറായി വിജയനെയും പ്രധാനമന്ത്രിയെയും ഒരുമിച്ച് കാണുന്നില്ല. അതന്നെ വലിയ തെറ്റാണ്. പിണറായി വിജയൻ ഒരു സംസ്ഥാനത്തിൻ്റെ CM ആണ്. അതായത് ഇന്ത്യയുടെ ടോട്ടൽ ചാർജുള്ള ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിണറായി വിജയനെയും മോദിയെയും എങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവും. കാണാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ സംസ്ഥാനത്തിൻ്റെ കാര്യം പറയും സാർ. ഒരു മിനിറ്റ്. ഇത്രയും കോടികൾ കട കൊടുത്തിട്ടില്ലേ? ഒരു മിനിറ്റ്. കോടികൾ കട കൊടുത്തിട്ടില്ലേ? അപ്പോൾ ജനങ്ങളുടെ ഇത് പൈസ പിരിക്കുന്ന പൈസ എവിടെയാണ്? കേരള ഗവൺമെൻറ് പിരിക്കുന്ന പൈസ എവിടെയാണ്? മദ്യത്തിന് പിരിക്കുന്ന പൈസ എവിടെ? സാർ ഞാൻ ചോദിക്കുന്നത് മദ്യത്തിന് പിരിക്കുന്ന പൈസ മറ്റുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. കേരള സർക്കാർ കട കൊടുത്ത് ഒരു കട കൊടുക്കേണ്ട കണ്ടീഷൻ വന്നാൽ ചിലപ്പോൾ കട കൊടുക്കും. കേന്ദ്ര സർക്കാരും കട എടുത്തുണ്ടല്ലോ. എടുത്തുണ്ട്. 53 ലക്ഷമായിരുന്നു 2014. 53 ലക്ഷം കോടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എത്ര? 215 ലക്ഷം കോടിയാണ്. ആരടുത്ത്? ഒരു മിനിറ്റ്. അദ്ദേഹം പറഞ്ഞിട്ട് ഒരു മറുപടി പറഞ്ഞോട്ടെ.
അദ്ദേഹം പറഞ്ഞു 25 വർഷം മോദി സർക്കാർ ഭരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് മാറ്റേണ്ടി വരുന്നുള്ളൂ. മൂപ്പര് ഈ 10 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഭരിച്ചിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വല്ല ചലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചലനം സംഭവിക്കുന്നതിൻ്റെ അപ്പുറം ചോദിക്കൂ. അതെന്താ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ ചലനം? അതായത് ഈ ചലനം സംഭവിച്ചോ എന്നുള്ള വിവരം കെട്ട വർത്തമാനത്തിന് മറുപടി പറയാൻ എന്നെ കൊണ്ടാകില്ല. ഞാൻ പറഞ്ഞത് ഈ കേരളം, ഞാൻ നേരത്തെ പറഞ്ഞു, കേരളം എന്ന രാജ്യം സാംസ്കാരിക കേരളമാണെന്നും വിവരമുള്ളവരാണെന്നും വിവരക്കേടില്ലാത്ത നാടാണെന്നും ഇന്ന് നമുക്കറിയാം. മനസ്സിലായോ? പക്ഷേ ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യ രാജ്യത്തൊരു അധികാരം കിട്ടി 3/2 ഭൂരിപക്ഷം ഇനി മോദിക്ക് കിട്ടിയാൽ ഇവിടെ വരാൻ പോകുന്നത് ഇന്ത്യ രാജ്യമാണ്. അത് നിങ്ങളുടെ നിയമം നടപ്പിലാക്കിയ ഈ പൗരത്വ നിയമവും മറ്റുള്ളതൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ ഈ സമയത്ത് ഒന്നും ഉണ്ടാകില്ല ഇവിടെ. മനസ്സിലായോ? അത് ഉണ്ടാക്കാതിരിക്കാനുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. വരാതിരിക്കാനാണ്, നിങ്ങൾ വരാതിരിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. ഈ രാജ്യത്തെ ഇന്നലെ വരെ നമ്മൾ എങ്ങനെ പെരുമാറിയോ, ഇപ്പോൾ നിൽക്കുന്ന ഈ പറയുന്ന ഗുരുവായൂരപ്പനും VH ബഷീറും ഈ നാട്ടിൽ എങ്ങനെ പെരുമാറിയോ അതിവിടെ ഉണ്ടാകണം എന്നുള്ളത്. നാളെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എടാ ചന്ദ്ര എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥ മുരളിക്ക് പിന്നെ ഗുരുവായൂരപ്പൻ ഉണ്ടാകാൻ പാടില്ല. മറ്റൊരു തരത്തിൽ ഇവിടെ കേരളത്തിൽ, കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞയാൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇറങ്ങി പോകുമ്പോൾ എന്തായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 350 റുപ്യ ഉണ്ടായിരുന്നു ഗ്യാസ് വില. അരെ മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുമ്പോൾ ഇതെന്താ സ്ഥിതി? 1100 റുപ്യ. ആ 1100 റുപ്യയിൽ ഇലക്ഷൻ വന്നപ്പോൾ 100 റുപ്യ കുറച്ച്. അത് കണ്ണിൽ പൊടിയെ ഞാൻ നേരത്തെ സംസാരിച്ചവരാണ്. ഈ പാവപ്പെട്ടവർ കൊടുക്കുന്ന ഈ ഗ്യാസ് നിങ്ങൾ 1350 ചില സൗജന്യങ്ങൾ കൊടുക്കുക, നിങ്ങൾ സബ്സിഡി കൊടുക്കും പറഞ്ഞാൽ എവിടെ കൊടുക്കണോ? സബ്സിഡി പറഞ്ഞ സാധനപ്പില്ലല്ലോ, നിങ്ങൾ കൊടുക്കും പറഞ്ഞ് കൊടുത്തില്ലല്ലോ. പിന്നെ പെട്രോളിൻ്റെ വില അയാൾ പറഞ്ഞു. അന്ന് മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുമ്പോൾ 55 റുപ്യാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില ഇരട്ടി വിലയാണ്. എന്നിട്ട് രാജ്യത്ത് പെട്രോൾ വിലക്കയറ്റം പിടിച്ചു നിൽക്കാൻ വേണ്ടി പിന്നെ UPI ഗവൺമെൻറ് അത് വേണ്ട നടപടികൾ സ്വീകരിച്ചു. ഇന്നോ ക്രൂഡ് ഓയിലിൻ്റെ വില പാടെ ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ പിന്നെ 1 ലിറ്റർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും 100-ലേറെ പോയിരിക്കുന്നു. ഞങ്ങൾ അധികാരത്തിലേക്ക് കയറിയ ഇതൊക്കെ കമ്മിയാക്കുമെന്ന് പറഞ്ഞാൽ സർക്കാരല്ലേ നിങ്ങൾ ഇന്ന് കമ്മിയാക്കിയോ എന്ന് BJP സ്വന്തം മനസ്സാക്ഷി വെച്ചുകൊണ്ട് ചോദിക്കട്ടെ. ജനം അതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. നിങ്ങൾ ഈ രാജ്യത്ത് ഏറ്റവും ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നവരാണ്. ഈ രാജ്യത്ത് നിങ്ങൾ ജനങ്ങൾക്കെതിരായി നിൽക്കുന്നവരാണ്. ഈ രാജ്യത്ത് കുമ്പാരന്മാർക്കും അതുപോലെ തന്നെ കോപ്പറേറ്റീവുകൾക്കും നിങ്ങൾ രാജ്യത്ത് പണം ഉണ്ടാക്കി കൊടുത്ത് രാജ്യത്തെ ബുദ്ധിയറിയിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങളെ വഞ്ചിക്കുന്നവരാണ് എന്ന് ജനം വിലയിരുത്തുന്നു. അതാണ് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്. അതിവിടെ സംഭവിക്കും. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ ഗ്യാസിന് വില കൂടി പാവപ്പെട്ടവരുടെ നെഞ്ചത്തടിച്ചൊന്നു. അത് ശരിയായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ 700-ഉം 500-ഉം ഉള്ള മദ്യത്തിന് 1300-ഉം 2000 കൊടുത്ത് കേരള ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾ വാങ്ങുന്നുണ്ട്. അല്ല, ചർച്ച ചെയ്യണം സാർ. എന്താ ചർച്ച ചെയ്യാൻ? മോദി സർക്കാർ ഗ്യാസിന് നിസാര വില കൂട്ടി, നിസാര വില കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഈ മദ്യത്തിന് താങ്കൾ ഒരു BJPയുടെ ഒരാളാണ്. മദ്യം അവശ്യ സാധനമല്ല. അല്ല, അപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കരുത്. പറയൂ. മദ്യത്തിന് വേണ്ടി മാത്രം നമുക്ക് സംസാരിക്കാം. മദ്യം ശരിക്കും കൂട്ടിവെക്കുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ വേറെ വിഷയമുണ്ട്. മദ്യം ഗ്യാസും തമ്മിൽ സംസാരിക്കുന്നത്. മദ്യം അവശ്യ സാധനമല്ല, ഗ്യാസ് അവശ്യ സാധനമാണ്. തീർച്ചയായിട്ടും സബ്സിഡി കൊടുത്തിട്ടില്ല. എത്രയാണ് ഞങ്ങൾ സബ്സിഡി? ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ ഇല്ല. അപ്പോൾ കൊള്ളടിക്കും. ഇനി ഞങ്ങൾ അടുത്ത ഭരണത്തിൽ സബ്സിഡി വരും. അപ്പോൾ അടുത്ത ഭരണത്തിൽ വരുമ്പോൾ സബ്സിഡി വരും. 25 വർഷം വീണ്ടും പോയിരിക്കും. അന്ന് ചിലപ്പം മിക്കവാറും ഗ്യാസിനൊരു 3000-4000 ഒക്കെ ആയിരിക്കും. നന്ദി, നമസ്കാരം.